അമ്മക്കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്ന രീതി നോക്കി കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിന്നാണ് ഫുഡ് കൊത്തിയിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കും. ഇത്രയും കറക്റ്റായിട്ടാണ് അമ്മക്കോഴി നോക്കുന്നത്. കടയിരിക്കുന്ന നാടൻ കോഴികൾ തന്നെയാണ്. അപ്പോൾ ഇതും ഇവിടുന്ന് പോയതാണ്. അപ്പോൾ ആദ്യം ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് വിളിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടുക. എല്ലാം വിളിച്ചിട്ട് കാര്യം പറയാം. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ ഇതുപോലെ നല്ല നല്ല കോഴികൾ വിരിഞ്ഞിറങ്ങാനുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് ഏകദേശം വെയിറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് സാധനം. നല്ല നല്ല അടിപൊളി സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരാണ്. പിന്നെ ചില ആൾക്കാർ വിളിച്ചാണ്ട് പിന്നെ അപ്പോൾ പറയട്ടോ എന്നറിയും. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വിളിക്കണം ആദ്യം അയച്ചിട്ടോ എന്നറിയും. അപ്പോൾ അങ്ങനെ അയക്കുമ്പോഴത്തേനൊക്കെ അങ്ങനെ വിളി വരുമ്പോഴത്തേനൊക്കെ നമ്മൾ സാധനം പോയി ഉണ്ടാവും. കാരണം ആൾക്കാർ നല്ല നല്ല സെറ്റുകളാകുമ്പോൾ പെട്ടെന്ന് പോകും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ കറക്റ്റ് നല്ല അടിപൊളി കളറുകളാണ്. തനി നാടനാണ്. നല്ല ഉഷാറ് പല കളറിലായിട്ടുള്ളതാണ്. വെറൈറ്റി കളറുകളാണ് വരുന്നത്. നമ്മൾ അട വെച്ച് വിരിയിക്കുന്നത് തന്നെയാണ്. ഇനി കുഞ്ഞുങ്ങൾ ആയാലും നിങ്ങൾക്ക് വലുതായി കഴിഞ്ഞാൽ എല്ലാം അടയിരിക്കുന്ന കോഴികളെ ഇതിലുണ്ടാവുള്ളൂ. മുട്ട കോഴികളോ മറ്റുള്ള ക്രോസ് ഒന്നും വരില്ല. കാരണം നമ്മളടുത്തുള്ള മുട്ട മാത്രം എടുക്കണോണ്ട് ഇവിടെ ഇടുന്ന കോഴിൻ്റെ മുട്ട മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻക്യുബേറ്റർ കഴിഞ്ഞാൽ 2-3 ഇൻക്യുബേറ്റർ കഴിഞ്ഞാൽ എന്നിട്ട് കാണുന്ന വീടുകളിലൊക്കെ പോവുക, മുട്ട ശേഖരിക്കുക, കൊണ്ടുവരിക, ഇൻക്യുബേറ്ററിൽ വെക്കുക, വിരിയിക്കുക, അങ്ങോട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കാണ്ട് പറഞ്ഞ് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യലില്ല. കാരണം ഓർഡർ ഒരുപാട് വരുന്നുണ്ട്. 150-100 ഒക്കെ ആയിട്ട് എണ്ണത്തിനുള്ള ഓർഡർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒറിജിനൽ നാടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഒറിജിനൽ അടയിരിക്കുന്ന നാടൻ എന്ന് പറഞ്ഞിട്ടേ കൊടുക്കണുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഗിരിരാജ ഉണ്ടാവും, പിന്നെ ഗ്രാമശ്രീ, അങ്ങനത്തെ മുട്ടക്കോഴികൾ, അതിൻ്റെ ക്രോസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പുറത്തുനിന്ന് മുട്ട വാങ്ങി വെക്കുമ്പോൾ. എല്ലാ വീടുകളിലും കറക്റ്റായിട്ട് വളർത്തുന്നവരുണ്ടായിക്കൊള്ളണമെന്നില്ല. അത്രയും ഒറിജിനലായി കിട്ടാനാണ് നമ്മളടുത്തുള്ള കോഴിൻ്റെ മുട്ട മാത്രം അടവെച്ച് വിരിയിക്കുന്നത്. കണ്ടില്ലേ, ഈ ബോക്സിൽ അടവെച്ച് വിരിയിച്ച് 2ാമത്തെ ദിവസമാണ് നമ്മൾ പുറത്തിറക്കി 3ാമത്തെ ദിവസം വീഡിയോ എടുക്കണേ. ആവശ്യക്കാരാണോ അവർക്ക് വീഡിയോ ഇടും. സെറ്റാണെങ്കിൽ അയച്ചു കൊടുക്കും. അതുപോലുള്ള ഹൈവേയിൽ ഡെലിവറി ചെയ്യും. 300 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോഴും ആളുകൾ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് എത്തിക്കില്ല എന്ന് വെച്ചാണ്ട്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിന് അടുത്തുള്ളവർ വന്നെടുക്കാൻ ഏറ്റവും നല്ലത്. കാരണം 300 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ 2-3 കിലോമീറ്റർ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് എത്തിക്കണം, അല്ലാഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ മാത്രം വിളിക്കുക, മെസ്സേജ് അയയ്ക്കുക. ഓക്കെ.